നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ +1 വിദ്യാർത്ഥിനി ജീവനൊടുക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഉരുട്ടുകാല സ്വദേശിയായിട്ടുള്ള പ്രതിഭ എന്ന് പറയുന്ന +1 വിദ്യാർത്ഥിയാണ് സ്വയം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആത്മഹത്യ ചെയ്തതിന്റെ പ്രധാന കാരണമായിട്ട് എന്താണ് എന്നതൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും കുട്ടിക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകാതിരുന്നത്, അല്ലെങ്കിൽ കുട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയത്തിൽ സുഹൃത്തുക്കളില്ല എന്നുള്ളൊരു സങ്കടം കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നും അതിന്റെ വിഷാദത്തിലാണ് കുട്ടി ആത്മഹത്യ ചെയ്ത എന്ന സംശയമുണ്ട് എന്നുമൊക്കെയാണ് പുറത്തു വരുന്ന സൂചന. നെയ്യാറ്റിൻകര GHSSലെ വിദ്യാർത്ഥിനിയായിട്ട് തുടരുകയായിരുന്നു +1 വിദ്യാർത്ഥിനിയായിട്ടുള്ള ഈ പ്രതിഭ എന്ന് പറയുന്ന കുട്ടി. സ്കൂളിലെ സുഹൃത്തുക്കളൊക്കെ ഇല്ലാതായ സാഹചര്യത്തിൽ തനിക്ക് നല്ല സങ്കടമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തനിക്കൊരു താല്പര്യക്കുറവുണ്ട് എന്നും ഒക്കെ കുട്ടി മുൻപ് തന്നോട് പറഞ്ഞിരുന്നതായാണ് സംഭവത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്ന പ്രതിഭയുടെ അമ്മ പ്രീത വ്യക്തമാക്കുന്നത്. ഇടയ്ക്ക് 3 ദിവസം കുട്ടി ഈ ഒരു സങ്കടത്തിന്മേൽ സ്കൂളിൽ പോയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അമ്മ വ്യക്തമാക്കുന്നത്. അധ്യാപകർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും കുട്ടിയെ ആരും മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ള തരത്തിൽ അധ്യാപകർ പ്രതികരിച്ചതെന്നും ഇവർ വ്യക്തമാക്കുന്നു. 10ാം ക്ലാസ് വരെ നെല്ലിമൂട് സ്കൂളിലായിരുന്നു പ്രതിഭ വിദ്യാഭ്യസിച്ചിരുന്നത്. കുട്ടിയുടെ താല്പര്യപ്രകാരമാണ് പിന്നീട് നെയ്യാറ്റിൻകര സ്കൂളിൽ ചേർത്തതെന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. പ്രതിഭയെ സ്കൂളിൽ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അധ്യാപകർ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതികരിക്കുന്നത്. എന്തായാലും കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഇത്തരത്തിൽ കടുംകൈ ചെയ്യുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇതേ രീതിയിൽ തന്നെ മറ്റൊരു നിസാര കാരണത്തിന്റെ പേരിൽ ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. അതായത് ഗെയിം കളിക്കാൻ മൊബൈൽ ഫോൺ നൽകാത്തതിനെ തുടർന്ന് അതിന്റെ ഭാഗമായുണ്ടായ മാനസിക സമ്മർദ്ദത്തിന്റെ പേരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചിരുന്നു. ആലപ്പുഴ തലവടിയിലാണ് ഇല്ലത്തുപറമ്പ് വീട്ടിൽ മോഹൻലാൽ അനിത ദമ്പതികളുടെ മൂത്ത മകനായിട്ടുള്ള ആദിത്യൻ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്. ഞായറാഴ്ച രാവിലെ അമ്മയോട് മൊബൈൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് ലഭ്യമായിരുന്നില്ല. ഇതിനെ തുടർന്ന് പിണങ്ങി മുറിയിൽ കയറി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് ആ വിവരം. കൂലിപ്പണിക്കാരനായ പിതാവ് രാവിലെ പണിക്ക് പോയിരുന്നു. സംഭവം നടക്കുമ്പോൾ അനിതയും അതുപോലെ തന്നെ ഇളയ മകൻ ആദിഷും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഏറെ നേരമായിട്ടും മകനെ കാണാത്തതിനെ തുടർന്ന് വാതിലിൽ മുട്ടി വിളിച്ചിട്ടും മുറി തുറക്കാതെ തുടർന്ന് കരച്ചിൽ കേട്ട്, അതായത് സംഭവത്തിൽ എന്തോ ദുരൂഹത മനസ്സിലായതോടെ അനിത ശബ്ദത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ആ ഒരു ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് ആദിത്യൻ ഷോൾ കഴുത്തിൽ കെട്ടി ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. എടത്വ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മന്നാർ നായർ സമാജം സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ആദിത്യൻ. വിദ്യാർത്ഥി ആത്മഹത്യയിലെ ആശങ്കാജനകമായിട്ടുള്ള വർധനവാണ് ഇത്തരത്തിൽ ഓരോ ദിവസവും വരുന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരാഴ്ച മുമ്പാണ് ഈ ഒരു വിഷയത്തിൽ, അതായത് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ നിസാരമായിട്ടുള്ള പല കാര്യങ്ങളും വലിയ രീതിയിൽ അത് വലിയ വിഷയങ്ങളാക്കി എടുത്തുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സുപ്രീം കോടതി നടപടി അടക്കം ഉണ്ടായിരുന്നത്. അതായത് വിദ്യാർത്ഥികളിലെ ആത്മഹത്യകൾ ആശങ്കാജനകമായതോടെ അതിലൊരു ഇടപെടൽ നടത്തി സുപ്രീം കോടതി രംഗത്തെത്തിയിരുന്നു. വിഷയത്തെ അവഗണിക്കാനാവാത്ത വ്യവസ്ഥാപിത പരാജയം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കോടതി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാനസിക സുരക്ഷാ നടപടികൾ നിർബന്ധമാക്കി വിപുലമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയായിരുന്നു കോടതി. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, സ്വകാര്യ കോച്ചിംഗ് സെന്ററുകൾ, പരിശീലന അക്കാദമിക് ഹോസ്റ്റലുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ബാധകമാകുന്ന ഒരു വിധിയാണ് കോടതി അന്ന് പുറപ്പെടുവിച്ചത്. ഭരണഘടനയുടെ 32, 141 അനുച്ഛേദങ്ങൾ പ്രകാരം ഔദ്യോഗിക നിയമനിർമ്മാണം ഉണ്ടാകുന്നതുവരെ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ രാജ്യത്തെ നിയമമായി കണക്കാക്കണമെന്ന് ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ വിധിയിൽ വ്യക്തമാക്കിയിരുന്നു. മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെ 2023 ജൂലൈയിൽ വിശാഖപട്ടണത്തെ ആകാശ് ബൈജൂസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 17-കാരി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേസ് പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഈ ഒരു വിഷയം സുപ്രധാനമായിട്ട് ഇടപെടൽ നടത്തിയത്. പെൺകുട്ടിയുടെ പിതാവിന്റെ ഹർജി പരിഗണിച്ചാണ് കോടതി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് കേസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് കൈമാറുന്നത്.
ഇന്ത്യയിലെ യുവാക്കൾക്കിടയിൽ മാനസിക സമ്മർദ്ദം രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള ഘടനാപരമായിട്ടുള്ള രോഗാവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് കോടതിയുടെ നിരീക്ഷണം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 2022 ഇന്ത്യയിൽ 1,70,924 ആത്മഹത്യകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 7.6% വിദ്യാർത്ഥികളായിരുന്നു. അതായത് ഏകദേശം 13,044 വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് കണക്ക്. ഇവയിൽ 2,200 വിദ്യാർത്ഥികൾ മരണങ്ങൾ പരീക്ഷാ പരാജയ പേടിയുടെ അടിസ്ഥാനത്തിലാണ് നടത്തിയത് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. ഇത്തരത്തിൽ നടക്കവേ അതിന്റെ ഭാഗമായിട്ട് ചില മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം കൃത്യമായി ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. 100-ൽ കൂടുതൽ വിദ്യാർത്ഥികളുള്ള സ്ഥാപനങ്ങളിൽ യോഗ്യരായിട്ടുള്ള ഒരു മാനസികാരോഗ്യ വിദഗ്ധരെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ നിർദ്ദേശം. ചെറിയ സ്ഥാപനങ്ങൾക്ക് പുറത്തുള്ള വിദഗ്ധരുമായി റെഫറൽ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നീടുള്ള പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഹെൽപ്പ് ലൈനുകളാണ്. ടെലിമനസ് ഉൾപ്പെടെയുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ക്യാമ്പസുകളിൽ, ഹോസ്റ്റലുകളിൽ, പൊതു ഇടങ്ങളിലൊക്കെ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ വേർതിരിവ് അവസാനിപ്പിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം. കോച്ചിംഗ് സെന്ററുകളിലും സ്കൂളുകളിലും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബാച്ച് വേർതിരിവ്, പരസ്യമായ അധിക്ഷേപം മുതലായവ ഒഴിവാക്കാനും കോടതി നിർദ്ദേശിച്ചു. അതുമാത്രമല്ല, ജീവനക്കാർക്കുള്ള പരിശീലനവും കർശനമാക്കിയിട്ടുണ്ട്. എല്ലാ ജീവനക്കാർക്കും വർഷത്തിൽ 2 തവണയെങ്കിലും പരിശീലനം നൽകണം. SC, ST, OBC, EWS, LGBTQ വിദ്യാർത്ഥികളും വൈകല്യമുള്ളവരും മാനസികാഘാതം നേരിടുന്നവരുമായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുമായി ഇടപഴകുന്നതിന് പ്രത്യേക പരിശീലനം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവരണം. ലൈംഗിക അതിക്രമം, റാഗിംഗ്, ജാതി, ലിംഗം, മതം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം മുതലായവ റിപ്പോർട്ട് ചെയ്യുന്നതിനായി സ്ഥാപനങ്ങൾക്ക് രഹസ്യ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഒപ്പം അടിയന്തര മാനസിക സാമൂഹിക പിന്തുണ നൽകണമെന്നും കർശനമായ നിർദ്ദേശമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ സമഗ്ര വികസനം, വിജയത്തിന്റെ നിർവചനങ്ങൾ വികസിപ്പിച്ചും പാഠ്യേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കരിയർ കൗൺസിലിംഗ് ഉറപ്പാക്കിയും പരീക്ഷയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം കുറയ്ക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സുഹൃത്തുക്കളില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ടൊരു വിദ്യാർത്ഥി, അതും കേരളത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഏറെ ഞെട്ടലോടെ പുറത്തു വന്നിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിലാണ് +1 വിദ്യാർത്ഥിയായിട്ടുള്ള പ്രതിഭ എന്ന് പറയുന്ന വിദ്യാർത്ഥി മരണപ്പെട്ടിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ആ കുട്ടിയുടെ മാതാവ് പറയുന്നത് പോലെ അവൾക്കൊരു മാനസിക ബുദ്ധിമുട്ടും, അതായത് വളരെ സങ്കടത്തിലായിരുന്നു കുട്ടിക്ക് സുഹൃത്തുക്കളില്ല എന്ന് പറയുന്ന ഒരു സങ്കടമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനെ ഒരു ആത്മഹത്യ എന്നുള്ള ഒരു രീതിയിലാണ് അമ്മയുടെ പ്രതികരണം. ഇനി എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നതൊക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യമായ ഇടപെടലിലൂടെ വൈകാതെ തന്നെ പുറത്തുവരും എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.